അവർ MRCനെ കണ്ടിട്ട് ചെയ്തതല്ല. അത് അവരോട് ചോദിച്ചാൽ അറിയാം. അത് ഞാനൊരാൾ പറഞ്ഞതിൻ്റെ പുറത്ത് ചെയ്തതാണ്. വാട്ടെവർ പിന്നെ അതിൽ എന്തുകൊണ്ട് പുതിയ വന്ന ആൾക്കാർക്ക് കൊടുത്തു എന്നുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഇട്ടതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും. പഴയ ഒരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതെന്ന് ഒരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ബിലാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബിലാലിന് അത് ചെയ്തു കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ബിലാലിന് തീരെ ഈവൻ ഒരു പ്രീവാറിന് പോലും ബിലാലിന് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനായി മാറിന്. കാരണം അവൻ്റെ PC അങ്ങനെ കത്താൻ തുടങ്ങിന് ബിലാലിൻ്റെ. അതുകൊണ്ടാണ് ആ ലിസ്റ്റിൽ ഞാൻ ബിലാലിനെ എടുത്തത്. ഈവൻ ഒരു പ്രീവാറിന് പോലും അവൻ ഇറങ്ങാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഓൻ്റെ പേര് ഞാൻ അതിൽ സജസ്റ്റ് ചെയ്തു എന്നുള്ളൂ. ബാക്കി എല്ലാ പേരും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മളെ വാറിന് ഇറങ്ങുന്ന പ്ലേയേഴ്സാണ് അതിലുണ്ടായിരുന്നത്. അലക്സ്, ഫ്ലഫി, ദിഗോഡ്, പ്രണവ്, ചാർലി, മാരി, പിന്നെ കുറുപ്പ്, ഇത്ര 7 ആൾക്കാരും എന്താ പറയുക വാറിന് ഇറങ്ങുന്ന പ്ലേയേഴ്സ് ആയിരുന്നു. ഞാൻ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് അവർക്ക് തന്നെയാണ്. അല്ലാതെ അതിൽ പൈസ കൊണ്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ ഇതേപോലെ വേറെ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ അന്നത്തെ മറ്റേ TV9 വാറിൽ പോലും പല പ്രാവശ്യം പ്രണവ് അതേമാതിരി ഫ്ലഫി കുറേ പേര് കത്തി പോകുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ് ഇനി പ്ലേയേഴ്സിന് കത്തുന്നൊരു ഇഷ്യൂസ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് വാറിന് കളിക്കുന്ന പ്ലേയേഴ്സിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുത്തത്. അതിൻ്റെ പേഴ്സണൽ തോട്ടിൻ്റെത് അങ്ങനെ പോയത്. അല്ലാതെ ഗാങ്ങിൽ പാവപ്പെട്ട കുറേ പേരുണ്ട് ഓൽക്ക് PC കൊടുക്കണം അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. അത് എൻ്റേതായ റീസൺ കൊണ്ടാണ് ഞാനത് അങ്ങനെ ഇവർക്ക് കൊടുത്തത്. മനസ്സിലായോ? അപ്പം എന്തുകൊണ്ട് അവസാനം വന്നവർക്ക് PC ആദ്യം വന്നവർക്ക് PC ഇല്ല അങ്ങനെയൊന്നും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് ജയിക്കുക എന്നുള്ളൊരു സാധനമാണ്. അപ്പം ജയിക്കാൻ ഒന്നും കൂടി പൊട്ടൻഷ്യലും കാലിബറൊക്കെ ഉള്ള കിട്ടേണ്ട എന്താ പറയുക നിർബന്ധമായിട്ടും കൊടുക്കേണ്ട പ്ലേയേഴ്സിന് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അവരെ പേര് നിലവിലിട്ടത്. അപ്പം അതൊക്കെ മനസ്സിലാക്കുക. ഇതൊന്നും ഞാൻ എന്താ വെച്ചാൽ ലൈവിൽ വന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇനിയും ചിലപ്പം കുറേ പേർക്ക് അങ്ങനത്തെ കുറേ ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ്ലി MRC എന്നുള്ളൊരു ടാഗിൽ കളിക്കുന്ന പ്ലേയേഴ്സിന് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഞാൻ അത് പിന്നാലെ നടന്ന് ഞാൻ അവരോട് കൺവിൻസ് ആക്കി ഓൾക്ക് ഇഷ്ടപ്പെട്ട് ഓലെന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ഇത്രയും പേര് നമുക്ക് ചെയ്തു തന്നതാണത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. കിഡു ലോസ്പെക്കാണ്. അതാ ഈ സാധനം ഞാൻ ഗ്രൂപ്പിൽ ഒരു പ്രാവശ്യം ഞാൻ കൊണ്ടുപോയിട്ടിരുന്നു. MRCയിൽ ഉണ്ടായിരുന്ന സമയത്ത് MRC ഗ്രൂപ്പിൽ തന്നെ കൊണ്ടുപോയിട്ട് ഇനി എല്ലാവരും സ്പെക്കും ഒന്ന് അയച്ചു തരണം. കുറച്ച് ഫണ്ടിങ്ങും അതേമാതിരി കുറച്ച് സ്പോൺസേഴ്സൊക്കെ റെഡി ആയിക്കണ്. നമുക്ക് PCയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം. PCയും കാര്യങ്ങളും സെറ്റാക്കുമ്പം ആരും ഇട്ട ലിസ്റ്റിൽ പേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും PC റെഡി ആവും. 1 by 1 സെറ്റാക്കാന്ന് വരെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞതാ. പക്ഷേ സ്റ്റിൽ അവിടുന്ന് ഇങ്ങനെ സംശയങ്ങളും അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ടൊക്കെ സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് പറയാനുള്ളത്. അപ്പം എൻ്റെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഓഡിയൻസായ നിങ്ങൾക്ക് തന്നെ തിങ്ക് ചെയ്താൽ മനസ്സിലാവും എന്തുകൊണ്ട് ഞാൻ ആ PC പുതിയ വന്ന ആൾക്കാർക്ക് കൊടുത്തു എന്നുള്ളത്. അത് വാറിന് നിർബന്ധമായിട്ടും കത്താതെക്കാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനമാണ്. അതിൽ മാറ്റമൊന്നുമില്ല. റിക്രൂട്ട്മെൻറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല ഗൈസ്. മേ ബി ഒരു 3-4 റിക്രൂട്ടൊക്കെ നമുക്ക് നോക്കാം. അത്ര തന്നെ. ഇപ്പം ഇനീഷ്യൽ നമ്മൾ MRC സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് ഫസ്റ്റ് ടൈമിൽ തന്നെ മാക്ക് ഇതേപോലെ 10-28 പേരെ എടുത്ത് വെച്ചിരുന്നു. അങ്ങനെ ഓൾറെഡി നമുക്ക് ഇവിടെ 10-26 പേരായി. ഇനി നമ്മൾ ചാടി കയറി കുറേ പേരെ എടുത്ത് കൂട്ടണ്ട. നമുക്കൊരു 3-4 പേരെ എൻ്റെ മനസ്സിൽ 3-4 പേരുണ്ട്. ഞാൻ കണ്ടുവച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്ന കുറച്ച് 4 പേരുണ്ട്. ഓലെ ഞാൻ മേ ബി റിക്രൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പയ്യെ നോക്കിയിട്ട് നല്ല പൊട്ടൻഷ്യലുള്ള ചെറിയ ഗാങ്ങിൽ നല്ല ഹൈ പൊട്ടൻഷ്യലുള്ള നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അവരെ നോക്കിയിട്ടൊക്കെ നമുക്ക് എടുത്താൽ അവർക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റും മോൾക്ക് കിട്ടാവുന്നതിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പയ്യെ നമ്മളെ കൂടെ നമ്മളോട് ആ ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ ഓൾക്ക് ഉണ്ടാവും. അങ്ങനെ കൊടുക്കാനാണ് ആഗ്രഹം. കമ്മിറ്റ്മെൻറ്റ് കൂടി നോക്കിയിട്ട് ഇനി റിക്രൂട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ KVA സിനിമാറ്റിക്സ് ഇനി നിങ്ങളെന്തായാലും ചിലപ്പം കാണാൻ ചാൻസ് കുറവാണ്. മാലിക് അത് ഡ്രോപ്പ് ചെയ്തു എന്നാണ് മാലിക് പറഞ്ഞത്. ഇനി എന്തായാലും ആ ഒരു സിനിമാറ്റിക് ചെയ്യലുണ്ടാവില്ല. ആ സിനിമാറ്റിക് വരാൻ ചാൻസ് കുറവാണ്. അതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതുവരെ ചെയ്തു വെച്ച ഫയലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ MRC ആയിട്ടുള്ള ആൾക്കാർ MRC ആയിട്ട് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും. ഓൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഏതെങ്കിലും ഒരു സിനിമാറ്റിക്സ് ഇനി ഈവൻ മാലിക്കിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിനിമാറ്റിക്സ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത്രേ ഉള്ളൂ. പിന്നെ